ആസ്ട്രൽ പ്രൊജക്ഷൻ ഒരിക്കലും വെറും ഒരു സ്വപ്നമല്ല. പക്ഷേ 90% ആളുകളുടെയും ആസ്ട്രൽ പ്രൊജക്ഷൻ വെറും ലൂസിഡ് ഡ്രീം മാത്രമാവാനാണ് സാധ്യത. ആസ്ട്രൽ ട്രാവൽ ചെയ്യണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച് ട്രൈ ചെയ്താൽ ചില രാത്രികളിൽ നമ്മൾ ആസ്ട്രൽ വേൾഡിലേക്ക് എത്തിപ്പെട്ടതുപോലെ അനുഭവപ്പെടാറുണ്ട്. ശരീരത്തിൽ നിന്ന് ആസ്ട്രൽ ബോഡി വേർപെട്ടു പോകുന്നതായും ആത്മാക്കൾ അടുത്ത് വന്ന് നിൽക്കുന്നതായും കട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റാത്തതുപോലെയും ഒക്കെ അനുഭവപ്പെടും. അത് സത്യത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ല, വെറും ലൂസിഡ് ഡ്രീം മാത്രമാണെന്ന് സ്വപ്നം കാണുന്നയാൾ തിരിച്ചറിയുന്നില്ല. പലരും ആസ്ട്രൽ പ്രൊജക്ഷൻ ട്രൈ ചെയ്യുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിരിക്കും. ആസ്ട്രൽ ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം മൂലം ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നമ്മൾ സ്ഥിരമായി ആസ്ട്രൽ ചെയ്യണമെന്ന് കരുതി ഉറങ്ങിയാൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ അബോധ മനസ്സ് നമ്മളെ അത്തരം സ്വപ്നങ്ങൾ കാണിക്കും. അത് തലച്ചോറിന്റെ ഒരു കളിയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോൾ നമ്മുടെ തലച്ചോർ നമ്മളെ പറ്റിച്ച് അങ്ങനൊരു കാഴ്ച കാണിച്ചു തരും. സ്ഥിരമായി ആസ്ട്രൽ വേൾഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആസ്ട്രൽ ചെയ്യാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് തലച്ചോർ കാണിച്ചു തരുന്ന ഒരു കള്ളക്കളിയാണിത്. ചില റിയാലിറ്റി ചെക്കിങ്ങിലൂടെ നമ്മളത് ആസ്ട്രൽ വേൾഡിൽ അല്ല, വെറും ലൂസിഡ് ഡ്രീമിൽ മാത്രമാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. ചിലർക്ക് ശരീരത്തിൽ നിന്നും ആസ്ട്രൽ ബോഡി എഴുന്നേറ്റ് നിന്ന് ഉറങ്ങിക്കിടക്കുന്ന ശരീരത്തെ നോക്കി നിൽക്കുന്നത് പോലെ അനുഭവപ്പെടാം. ബെഡിൽ നിന്നും പതുക്കെ ഇറങ്ങി റൂമിന് വെളിയിലേക്ക് നടക്കുന്നത് പോലെയും അനുഭവപ്പെടാം. അപ്പോഴും ആസ്ട്രൽ ബോഡിയും യഥാർത്ഥ ശരീരവും തമ്മിലുള്ള സിൽക്ക് റൂട്ട് നേർത്ത ഒരു നൂൽ പോലെ കാണാം. റിയാലിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഹാളിലെ ക്ലോക്കിൽ നോക്കിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. കാരണം നമ്മുടെ മൈൻഡ് ഫിക്സ് ചെയ്ത സമയമായിരിക്കും ക്ലോക്ക് കാണിക്കുന്നത്. ക്ലോക്കിലേക്ക് നോക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തി വിജയിച്ച ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇനി എന്താണ് ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തുമ്പോൾ കണ്ണാടിയിൽ നോക്കരുത് എന്ന് പറയുന്നത് എന്ന് നോക്കാം. സത്യത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ നമ്മൾ കാണുന്നത് ലൂസിഡ് ഡ്രീം ആയിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ സ്വപ്നത്തിലാണെങ്കിലും നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നമ്മൾ ആസ്ട്രൽ ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കരുത് എന്നൊരു താക്കീത് നമ്മുടെ ഉപബോധ മനസ്സിൽ കുരുങ്ങിക്കിടപ്പുണ്ട്. നോക്കിയാൽ തന്നെയും വളരെ അവ്യക്തമായ ഒരു രൂപം മാത്രമേ കാണാൻ കഴിയൂ എന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഭയത്തോടും ഉത്കണ്ഠയോടും കൂടി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വല്ല ഭയാനക രൂപത്തെയും കാണാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഒരു സ്ലീപ്പ് പാരാലിസിസിലേക്ക് നമ്മൾ വഴുതി പോവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ആസ്ട്രൽ വേൾഡിലാണോ അതോ ലൂസിഡ് ഡ്രീമിലാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഒരുപാട് റിയാലിറ്റി ചെക്കിങ്ങുകൾ നടത്താം. ആസ്ട്രൽ ബോഡി കാണിക്കുന്നത് മുഴുവൻ റിയൽ ആയിരിക്കും, എന്നാൽ ലൂസിഡ് ഡ്രീമിൽ കാണുന്നത് മുഴുവൻ ഇമാജിനേഷൻ മാത്രമായിരിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു റൂം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ ബെഡ്റൂം. രാത്രിയിൽ നമ്മുടെ ആസ്ട്രൽ ബോഡി അവിടേക്ക് ചെല്ലുന്നു. ബെഡിൽ ഉറങ്ങുന്ന സുഹൃത്തിനെയും അവന്റെ ഭാര്യയെയും കാണാം. വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന അലമാര, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം. അവയിൽ നമുക്ക് ഓർത്തു വെക്കാൻ കഴിയുന്ന കുറെ വസ്തുക്കൾ നമ്മൾ ഓർത്തു വെക്കുക. പിറ്റേ ദിവസം നേരെ സുഹൃത്തിന്റെ വീട്ടിൽ ചെല്ലുക. സൂത്രത്തിൽ അവന്റെ ബെഡ്റൂം കാണുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് തോന്നും. രാവിലെ തന്നെ ഇവര് കട്ടില് മാറ്റിയിട്ടോ എന്നൊക്കെ തോന്നും. അതൊക്കെ നമ്മുടെ തലച്ചോറ് നടത്തുന്ന കള്ളക്കളികളാണ്. നിങ്ങൾ ഈ സുഹൃത്തിന്റെ മണിയറ ഒരുക്കാനോ മറ്റോ കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും റിയാലിറ്റി ചെക്കിങ്ങിന് വേണ്ടി ആസ്ട്രൽ ബോഡിയെ അങ്ങോട്ടേക്ക് അയക്കരുത്. കാരണം പിന്നെ എന്തൊക്കെയാണ് തലച്ചോറ് ഭാവന ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സുഹൃത്തും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾക്ക് പോലും നമ്മൾ സാക്ഷിയാവേണ്ടി വരും. അത് സ്വപ്നമാണോ അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവൽ ആണോ എന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. 90% ആളുകളും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തുന്നത് വെറും ലൂസിഡ് ഡ്രീമിൽ മാത്രമാവാനാണ് സാധ്യത.